നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തെയും ആ രൂപമാറ്റം ശിഷ്യന്മാരിൽ ഉളവാക്കിയ വലിയ അനുഭൂതിയെയും പറ്റിയുള്ള ലൂക്കോസ് സുവിശേഷ ഭാഗമാണ് നോമ്പ് രണ്ടാമത്തെ ഞായറാഴ്ച നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. യേശുവിന്റെ ജനനവും ശൈശവവും ശുശ്രൂഷാകാലവും പരസ്യ ശുശ്രൂഷയുടെ അവസാനം കുരിശിൽ തൂങ്ങി മരിച്ചെഴുന്നേൽക്കുന്നതുമെല്ലാം നമ്മൾ ഇതിനു മുമ്പ് നോമ്പ് കാലത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് താനാരെന്ന ദൈവപിതാവിന്റെ സാക്ഷ്യത്തോടുകൂടെ യേശു തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ സുവിശേഷ ഭാഗം. കഴിഞ്ഞ ഞായറാഴ്ച യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷണങ്ങളെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചത്. യേശു ദൈവിക ശക്തിയുടെ നിറവിൽ പിശാചിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. അതായത് താൻ പൂർണ്ണ ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്ന് ആ പരീക്ഷണത്തിലൂടെ തെളിഞ്ഞു. എന്നാൽ ഇന്നത്തെ സുവിശേഷം താൻ പൂർണ്ണ മനുഷ്യനാണെന്നും പിതാവായ ദൈവത്തിന്റെ മകനാണെന്നും താൻ എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നതെന്നും കൃത്യമായി ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി യേശു എപ്പോഴും പർവ്വതമുകളിലേക്കോ നിർജ്ജന പ്രദേശങ്ങളിലേക്കോ പോകാറുണ്ട്. യേശുവിന്റെ ശീലമായിരുന്നു അത്. സുവിശേഷങ്ങളിൽ ഉടനീളം നമുക്കിത് കാണാൻ സാധിക്കും. പർവ്വതങ്ങൾ പ്രാർത്ഥനയുടെയും ദൈവാവിഷ്കരണത്തിന്റെയും സ്ഥലമാണ്. മോശയ്ക്ക് പ്രമാണം നൽകിയതും മോശ ദൈവത്തെ ദർശിച്ചതും സീനായി പർവ്വതത്തിലായിരുന്നു. അതുപോലെ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുന്നതും പർവ്വതമുകളിലാണ്. ഇന്നത്തെ വചനഭാഗത്തിൽ യേശു 3 പേരെ പർവ്വതമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായി നമ്മൾ കാണുന്നു. തന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർക്ക് ആർക്കും കൊടുക്കാത്ത വലിയൊരു ദൈവിക ദർശനം പർവ്വതമുകളിലെ പ്രാർത്ഥനയുടെ മധ്യേ കൊടുക്കുന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, വസ്ത്രം വെള്ളയായി തിളങ്ങി. യേശുക്രിസ്തു ദൈവത്തിന്റെ മകനാണെന്നും പാപമില്ലാത്തവനാണെന്നും മഹത്വമുള്ളവനാണെന്നും തന്റെ ഈ രൂപാന്തരീകരണത്തിലൂടെ കാണിച്ചു തരുന്നു. സ്വർഗീയ ദൂതന്മാർക്കും വിശുദ്ധന്മാർക്കും മാത്രമുള്ള ഒരു ഗുണമാണ് യേശുവിലുള്ളത്. ഈ ഭൂമിയിലെ മനുഷ്യന്റെ ശരീരത്തിന്റെ ബലഹീനതകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ യേശു ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ ഉള്ളിലുള്ള ദൈവിക ശക്തിയും മഹത്വവും ഇവിടെ വ്യക്തമാകുന്നു. യേശുവിനേക്കാൾ വലിയ പ്രവാചകനില്ല, വിശുദ്ധനില്ല എന്ന് അവിടെ ഉറപ്പിച്ചു പറയുകയാണ്. അതിവിശുദ്ധമായ ഈ അനുഭവത്തിൽ മോശയെയും ഏലിയാവെയും ശിഷ്യന്മാർ കാണുന്നു. ഇവർ 2 പേരും യേശുവിനോട് സംസാരിക്കുന്നു. യെരുശലേമിൽ വെച്ച് നടക്കാനുള്ള തന്റെ മരണത്തെപ്പറ്റിയും പിതൃസന്നിധിയിലേക്കുള്ള മടക്കത്തെപ്പറ്റിയും ഇവർ 3 പേരും സംസാരിക്കുന്നു. ശിഷ്യന്മാർ ഉറക്കക്ഷീണത്തിലായിരുന്നെങ്കിലും പെട്ടെന്ന് ഈ ദർശനം കണ്ട് അത്ഭുതപ്പെടുന്നു. മോശയും ഏലിയാവും പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരാണ്. മോശ നിയമത്തിന്റെയും ഏലിയ പ്രവചനങ്ങളുടെയും പ്രതിനിധിയാണ്. പഴയ നിയമത്തിൽ നിയമവും പ്രവാചകന്മാരും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിനൊരു സാക്ഷ്യം ഇവിടെ നൽകുന്നു. മോശയും ഏലിയാവും യേശുവിന്റെ വരാനിരിക്കുന്ന പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് സംസാരിക്കുന്നത് ലൂക്കോസ് കൃത്യമായി വിവരിക്കുന്നുണ്ട്. ആധുനിക കാലത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം സൂചിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ രൂപാന്തരീകരണം അത്യാവശ്യമാണ്. പാപത്തിന്റെ കൂടുവിട്ട് പുറത്തു വരാനും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറാനും നാം ഓരോരുത്തരും തയ്യാറാകണം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ അനുഭവത്തിൽ പങ്കുചേരാനും നമുക്ക് സാധിക്കട്ടെ. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാനും അവിടുത്തെ സ്നേഹം ലോകത്തിൽ പകർന്നു നൽകാനും തയ്യാറാകുക. ദൈവത്തിന്റെ സ്വർഗീയ ദർശനം നമുക്കും ലഭിക്കട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.